Hello students, welcome to the YouTube channel of Farooq Higher Secondary School. Myself Subin, Department of Computer Science. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച സ്ട്രക്ചറിന്റെ ബാക്കി ഭാഗങ്ങളാണ്. അതിൽ വരുന്നത് സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ, മെമ്മറി അലോക്കേഷൻ ഓഫ് എ സ്ട്രക്ചർ, കമ്പാരിസൺ ബിറ്റ്വീൻ അറേ ആൻഡ് എ സ്ട്രക്ചർ, നെസ്റ്റഡ് സ്ട്രക്ചർ എന്നീ ടോപ്പിക്കുകളാണ്. കൂടാതെ നമ്മളിന്ന് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഒരു സാമ്പിൾ പ്രോഗ്രാം കൂടെ എഴുതി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേരിയബിൾ ഇനീഷ്യലൈസേഷനിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യാം. അതിനെയാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാം, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് മറ്റൊരു തരത്തിലുള്ള ഡിക്ലറേഷൻ കാണാം, ഇൻറ്റ് എക്സ് ഈക്വൽസ് 5 എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തേത് എക്സിനെ വെറുതെ ഡിക്ലെയർ ചെയ്തിരുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ കേസിൽ ഡിക്ലറേഷൻ നടക്കുന്നുണ്ട്, കൂടെ നമ്മൾ അതിലേക്കൊരു വാല്യൂ കൂടെ അസൈൻ ചെയ്യുന്നുണ്ട്. അതിനാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസേഷനിലേക്ക് വരാം. സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന മെത്തേഡ് നോക്കിക്കേ നിങ്ങൾ. സ്റ്റുഡന്റ് S1 എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റ് സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ആണ് S1. അതിനകത്തേക്ക് വാല്യൂ കൊടുത്തിരിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് കാണാം. കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ വാല്യൂ 101, രണ്ടാമത് ഡബിൾ കോട്ട്സിൽ ABCD എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ട് 75.5 കൊടുത്തിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ കൊടുക്കുന്നു. ഇവിടെ ആദ്യത്തെ വാല്യൂ ആയിട്ടുള്ള 101 പോകുന്നത് റോൾ എന്ന് പറയുന്ന മെമ്പറിലേക്കായിരിക്കും. അതുപോലെ തന്നെ ABCD എന്ന് പറയുന്ന സ്ട്രിങ് പോകുന്നത് നെയിമിലേക്കായിരിക്കും. സ്കോറിലേക്കായിരിക്കും 75.5 എന്ന് പറയുന്ന ആ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ പോകുന്നത്. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് മെമ്മറി അലോക്കേഷൻ ഓഫ് എ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതും നോക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ഡാറ്റ ടൈപ്പിനും വരുന്ന മെമ്മറി റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ് എന്നുള്ളത്. ഇൻറ്റിജർ ആയിരുന്ന സമയത്ത് 4 ബൈറ്റ്സ്, ക്യാരക്ടർ ആവുന്ന സമയത്ത് 1 ബൈറ്റ്, ഫ്ലോട്ട് ആവുന്ന സമയത്ത് അഗൈൻ 4 ബൈറ്റ്സ്, ഡബിൾ ആവുന്ന സമയത്ത് 8 ബൈറ്റ്സ്, അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചർ മെമ്പേഴ്സിന്റെ ടൈപ്പിനനുസരിച്ചിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റ് സ്ട്രക്ചർ ഒന്ന് നോക്കാം നമുക്ക്. ഇതിനകത്ത് റോൾ എന്ന് പറയുന്ന ആദ്യത്തെ മെമ്പർ ഇൻറ്റിജർ ടൈപ്പാണ്. സോ അവിടെ 4 ബൈറ്റ്സ് ആയിരിക്കും റിക്വയർമെന്റ്. രണ്ടാമത് വരുന്ന നെയിം ഓഫ് 25 എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേ ആണ്. അവിടെ നമുക്ക് ഓരോ ക്യാരക്ടറിനും 1 ബൈറ്റ് വീതം ടോട്ടൽ നമുക്ക് 25 ബൈറ്റ്സ് ആവശ്യമായിട്ട് വരുന്നു. മൂന്നാമത് സ്കോർ വരുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആണ്. അവിടെയും നമുക്ക് 4 ബൈറ്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. സോ ടോട്ടൽ 4 പ്ലസ് 25 പ്ലസ് 4 ടോട്ടൽ 33 ബൈറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചറിലെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് സ്ട്രക്ചറിനെ ഒരു അറേയുമായിട്ടായിരുന്നു കമ്പയർ ചെയ്ത് തുടങ്ങിയത്, അല്ലേ? നമുക്കൊന്ന് നോക്കാം സ്ട്രക്ചറും അറേയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇവിടെ അറേയിലെ ആദ്യത്തെ പോയിന്റ് നോക്കൂ. അറേ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അറേ എന്താണ്? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. എന്താണ് ഈ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ബേസിക് ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അറേനെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സ്ട്രക്ചറിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം നോക്കൂ. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് യൂസർ ആണ്. അറേ സ്റ്റോർസ് ഡാറ്റ ഓഫ് സെയിം ടൈപ്പ്. ഒരേ തരത്തിലുള്ള ഡാറ്റയാണ് അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. സ്ട്രക്ചറിലേക്ക് വരുമ്പോഴോ സ്റ്റോർസ് ഡാറ്റ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്, വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റയാണ് സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യുന്നത്. അറേ എലമെന്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ് ഓർ ഇൻഡെക്സ്.
അറേ എലമെന്റ്സ് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സ്ട്രക്ചർ എലമെന്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. അറേ ഇൻസൈഡ് ആൻ അറേ ഈസ് കോൾഡ് മൾട്ടി ഡയമെൻഷണൽ അറേ. ഒരു അറേന്റെ ഉള്ളിൽ മറ്റൊരു അറേ വന്നു കഴിഞ്ഞാൽ അതിനെ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയും. എന്നാൽ സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. ഇപ്പൊ ഇവിടെ നമ്മൾ അറേയും സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അതിലെ അവസാനത്തെ പോയിന്റ് നോക്കിയേ, സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്നുള്ളത്? ഈ നെസ്റ്റഡ് എന്ന് പറയുന്ന ടേം നമ്മൾ കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ട്. നെസ്റ്റഡ് ഈഫ്, നെസ്റ്റഡ് ലൂപ്പ്, അങ്ങനെ. ഇവിടെ ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റുഡന്റ് എന്ന് പറയുന്ന നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനകത്ത് റോൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ മെമ്പർ ഉണ്ട്. ദെൻ നെയിം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ മെമ്പർ ഉണ്ട്. അതുപോലെ സ്കോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ മെമ്പർ ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം വേറൊരു സ്ട്രക്ചറാണ് വരുന്നത്. ഡേറ്റ് എന്ന് പറയുന്ന മറ്റൊരു സ്ട്രക്ചറാണ് വരുന്നത്. സോ ഇത്തരം സ്ട്രക്ചറുകളെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നു. അപ്പൊ ഇന്ന് നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ പറഞ്ഞു, മെമ്മറി അലോക്കേഷൻ ഓഫ് എ സ്ട്രക്ചർ പറഞ്ഞു, അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞു, നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഒരു സാമ്പിൾ പ്രോഗ്രാം എഴുതി നോക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റ് സ്ട്രക്ചർ തന്നെയാണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, എൻ്റർ ദ റോൾ നമ്പർ, സി ഔട്ട് എൻ്റർ ദ റോൾ നമ്പർ, സി ഇൻ s1 ഡോട്ട് റോൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രക്ചർ എലമെന്റ്സ് ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത്. ഇവിടെ സി ഇൻ s1 ഡോട്ട് റോൾ എന്ന് പറയുമ്പോൾ വാല്യൂ ഇൻസേർട്ട് ആവുന്നത് s1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിന്റെ റോൾ വാല്യൂ ആയിരിക്കും. അതുപോലെ എൻ്റർ ദ നെയിം ഗെറ്റ്സ് s1 ഡോട്ട് നെയിം, s1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിന്റെ ഉള്ളിലെ നെയിം. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഗെറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പേസ് വരുന്ന സ്ട്രിങ്ങുകൾ റീഡ് ചെയ്യാൻ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത് നോക്കിയേ, സി ഔട്ട് എൻ്റർ ദ സ്കോർ. അവിടെ സി ഇൻ s1 ഡോട്ട് സ്കോർ, വാല്യൂ പോകുന്നത് s1ന്റെ ഉള്ളിലെ സ്കോർ. നമ്മൾ ഇത്തരം വാല്യൂസ് റീഡ് ചെയ്തു. ഇനി നമുക്കത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നുള്ളത് നോക്കാം. സി ഔട്ട് ദ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ആർ, സി ഔട്ട് s1 ഡോട്ട് റോൾ. അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് s1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിനകത്തെ റോൾ വാല്യൂ ആയിരിക്കും. പുട്സ് s1 ഡോട്ട് നെയിം, s1 എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള നെയിം. സി ഔട്ട് s1 ഡോട്ട് സ്കോർ, s1 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിനകത്തുള്ള സ്കോർ. ഇത്രയുമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗെറ്റ്സ് എന്ന് പറയുന്നതും പുട്സ് എന്ന് പറയുന്നതും ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് cstdio എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഒരു സാമ്പിൾ പ്രോഗ്രാം എഴുതുന്നത്. ഇനി നമ്മുടെ ചില കൂട്ടുകാർക്ക് കഴിഞ്ഞ സെഷനിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷനിലാണ് മെയിനായിട്ട് സംശയം വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ രീതിയിൽ മാത്രമേ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു സംശയം. നമുക്ക് വ്യത്യസ്ത തരത്തിൽ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഒന്ന്, മെയിൻ ഫംഗ്ഷനകത്ത് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം സ്ട്രക്ചർ വേരിയബിൾ. രണ്ടാമത്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത്
കേളി ബ്രേസ് ക്ലോസ് ചെയ്ത് സെമികോളൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായി നിങ്ങൾക്ക് സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ പോയിന്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.